എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസുകളുടെ NRI കോട്ട സീറ്റ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ സ്പെഷ്യൽ അലോട്ട്മെന്റ് 7ാമത്തേതാണ്. ഇത് 8ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് NRI അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ അലോട്ട്മെന്റ് കിട്ടിയവർ ഒക്ടോബർ 16 തീയതിക്കുള്ളിൽ ടോക്കൺ ഫീ അടച്ച് ആ ദിവസത്തിനുള്ളിൽ തന്നെ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ അലോട്ട്മെന്റ് മെമ്മോയും ബാക്കി ഡോക്യുമെന്റ്സുമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യണം. ടോക്കൺ ഫീ നേരത്തെ അലോട്ട്മെന്റിൽ കിട്ടി അങ്ങനെ അടച്ചവർ വീണ്ടും ഈ അലോട്ട്മെന്റിൽ കിട്ടിയപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. NRI കോട്ട സീറ്റ്സിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ടോക്കൺ ഫീസ് അടയ്ക്കണം. അപ്പോൾ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് NRI കോട്ടയിൽ അലോട്ടഡ് ആയവർക്ക് ഇനിയുള്ള ഫർദർ അലോട്ട്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ 9ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 14 തീയതി 2 മണി മുതൽ ഒക്ടോബർ 16 തീയതി 5 മണി വരെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് 9ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ഇത് NRI സീറ്റ്സിനുള്ള അലോട്ട്മെന്റ് അല്ല. നേരത്തെ നോർമലായിട്ട് നടക്കാറുള്ള BSc നഴ്സിംഗിൻ്റെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും വേക്കൻറ്റ് സീറ്റ്സിന് വേണ്ടിയുള്ള അലോട്ട്മെന്റ് ആണ്. NRI കോട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അലോട്ട്മെന്റ് കിട്ടിയവരാണെങ്കിൽ ടോക്കൺ ഫീ നേരത്തെ പേ ചെയ്തിട്ടില്ല എങ്കിൽ ടോക്കൺ ഫീ പേ ചെയ്ത് പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ അലോട്ട്മെന്റ് കിട്ടിയ ഏത് കോളേജിലാണോ ആ കോളേജിൽ ചെന്ന് നിങ്ങളുടെ ഡോക്യുമെന്റ്സും പിന്നെ അലോട്ട്മെന്റ് മെമ്മോയും പിന്നെ ഫീസുമായിട്ട് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. NRI കാൻഡിഡേറ്റ്സിന് എവിടെയൊക്കെ കിട്ടി എന്നറിയാനായിട്ട് അലോട്ടഡ് ലിസ്റ്റ് നോക്കിയാൽ മതിയാവും. അതിൽ NRI കോട്ട സീറ്റ്സിന് വേണ്ടി പ്രത്യേകം കോളേജസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് പുതിയതായിട്ടുള്ള ആ ഒരു കോളേജിൽ നിന്ന് അലോട്ട് ചെയ്ത കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതേപോലെ NRI കോട്ട സീറ്റ്സ് വരുന്ന ഓരോ കോളേജസും ഇതേപോലെ കോളേജ് വൈസ് എടുത്ത് നോക്കി നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതാണ് ഏതൊക്കെ കാൻഡിഡേറ്റിനെയാണ്, എത്ര റാങ്ക്, എത്ര ഇൻഡെക്സ് വരെയുള്ള കാൻഡിഡേറ്റിനെയാണ് ആ ഒരു കോളേജിൽ അലോട്ടഡ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ അലോട്ട് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത 9ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും എടുത്ത് പറയുകയാണ്. വേക്കൻറ്റ് സീറ്റ്സ് ഉള്ള കോളേജസ് ആയിരിക്കണം ഓപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് നഴ്സിംഗ് ആയാലും ബാക്കി പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസ് ആയാലും ശരി തന്നെയാണ്. സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവൂ, കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവൂ. അടുത്ത അലോട്ട്മെന്റിൽ ഏകദേശമൊക്കെ സീറ്റ്സൊക്കെ ഫില്ലായിട്ടുണ്ട്. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.